ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 3 റാഷണൽ നമ്പേഴ്സ് എക്സ് വൈ ഇസഡ് സാറ്റിസ്ഫൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഷോ ദാറ്റ് ഓൾ ദ റാഷണൽ നമ്പേഴ്സ് എക്സ് വൈ ഇസഡ് മസ്റ്റ് ബി സൈമൾട്ടേനിയസ്ലി 0. അപ്പോൾ ഇവിടെ എക്സും വൈയും ഇസഡും 3 റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ഓൾ ദ റാഷണൽ നമ്പേഴ്സ് എക്സ് വൈ ഇസഡ് മസ്റ്റ് ബി സൈമൾട്ടേനിയസ്ലി 0. അപ്പം ഈ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന എല്ലാ റാഷണൽ നമ്പേഴ്സും 0 ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്? ഗിവൺ ദാറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഷോ ചെയ്യേണ്ടത് എക്സും വൈയും ഇസഡും 0 ആണെന്നാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് എപ്പോഴാണ് കിട്ടുന്നത്? ഈ ടേമുകൾ വരുന്നത് ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടേമുകളും കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ സ്ക്വയർ ചെയ്തെഴുതുന്നു. അപ്പോൾ എന്ത് വരും? സ്ക്വയറിങ് ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2zx ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഈ 3 ടേമുകളിൽ നിന്ന് നമുക്ക് 2 കോമൺ എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 കോമൺ എടുക്കുന്നു. അപ്പോൾ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 2 എന്ത് തന്നിട്ടുണ്ട്? എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇത് ഇത്രയും 0 ആയിട്ട് മാറുന്നു. 2 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ടേം ഫുള്ള് 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും ഇസഡും എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഇപ്പം എക്സും വൈയും ഇസഡും നെഗറ്റീവ് നമ്പർ ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്താവും? പോസിറ്റീവ് നമ്പേഴ്സ് ആവും. അപ്പോൾ നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആവും. അപ്പോൾ 3 നോൺ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സമ്മ് 0 ആകുന്നത് എപ്പോഴാണ്? ടേമുകൾ 0 ആകുമ്പോഴാണ് അല്ലേ? 3 ടേമുകളും 0 ആണെങ്കിൽ അത് 3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സിൻസ് എക്സ് വൈ ഇസഡ് ആർ റാഷണൽ നമ്പേഴ്സ് ഈച്ച് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഈസ് നോൺ നെഗറ്റീവ്, എ സം ഓഫ് non-negative terms equals 0 if and only if every term is 0. അപ്പോൾ എന്ത് പറയാം? എക്സ് സ്ക്വയർ 0 ആയിരിക്കും, അതേപോലെ വൈ സ്ക്വയർ 0 ആയിരിക്കും, അതേപോലെ ഇസഡ് സ്ക്വയറും 0 ആയിരിക്കും. Therefore x is equal to 0, y is equal to 0 and z is equal to 0. 3 0 ആണ് എന്ന് നമ്മൾ ഷോ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും എക്സും വൈയും ഇസഡും റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതെന്താവും? നോൺ നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഏതൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ എടുത്താൽ അത് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ,
അപ്പോൾ നമ്മുടെ 14th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത 15th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.